السلام عليكم ورحمة الله. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സിഫത്തു സലാത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നമസ്കാരത്തിന്റെ രൂപം എന്ന ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനി റഹിമഹുള്ളയുടെ പുസ്തകത്തിന്റെ അവസാന ഭാഗത്താണുള്ളത്. നമസ്കാരത്തിന്റെ ആദ്യം മുതൽ അവസാനം 4ാമത്തെ റക്അത്ത് വരെയുള്ള കാര്യങ്ങൾ കഴിഞ്ഞ ക്ലാസുകളിൽ വിശദീകരിക്കുകയുണ്ടായി. അതിൽ ഖുനൂത്തിന്റെ ഒരു വിഷയം കൂടി ഇതിൽ ചർച്ച ചെയ്യുന്നുണ്ട്. നമസ്കാരത്തിന്റെ കൂട്ടത്തിൽ ഖുനൂത്ത് ചർച്ച ചെയ്യാൻ കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു മാസക്കാലം എല്ലാ നമസ്കാരങ്ങളിലും ഖുനൂത്ത് ഓതി എന്നതുകൊണ്ടാണ്. ഏതെങ്കിലും ഗോത്രങ്ങൾക്കെതിരിൽ പ്രാർത്ഥിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് അത്തരം സന്ദർഭങ്ങൾ വരുമ്പോൾ ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇനിയും ഈ പറയുന്ന ഖുനൂത്ത് ആകാം എന്ന് പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷവും ആ ഒരു ഖുനൂത്ത് നടത്തപ്പെടുകയും ചെയ്തിട്ടുണ്ട്. സുബ്ഹിൽ മാത്രം ഉണ്ടാകുന്ന ഖുനൂത്തിനെ സംബന്ധിച്ചല്ല ഈ പറയുന്നത്. മറിച്ച് കാന സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ അറാദ അൻ യദുഅ അലാ അഹദിൻ ഔ യദുഅ വലി അഹദിൻ ഖനത ഫി റകഅത്തിൽ അഖീറതി ബഅദ റുകൂ. ഏതെങ്കിലും ആളുകൾക്കെതിരിൽ അല്ലെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഉദ്ദേശിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാനത്തെ റകഅത്തിൽ റുക്കൂയിന് ശേഷം ഇങ്ങനെ ഒരു പ്രാർത്ഥന നടത്താറുണ്ടായിരുന്നു. ഇദാ ഖാല സമിഅ അല്ലാഹു ലിമൻ ഹമിദ അല്ലാഹുമ്മ റബ്ബന ലക്കൽ ഹംദ്. പിന്നെ കാന യജ്ഹറു ബിദുആഇഹി, അതായത് റുക്കൂ കഴിഞ്ഞ് സമിഅ അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞ് ഇഅ്തിദാലിലേക്ക് വന്നാൽ റബ്ബന വലക്കൽ ഹംദ് എന്ന് പറഞ്ഞതിന് ശേഷം ഉറക്കെ നബി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. പിന്നെ വേറെ ചില റിപ്പോർട്ടുകളിൽ കൈ ഉയർത്താറുണ്ടായിരുന്നു, പിന്നിലുള്ളവർ ആമീൻ പറയാറുണ്ടായിരുന്നു എന്നിങ്ങനെയൊക്കെയുള്ള റിവായത്തുകളും കാണാൻ സാധിക്കും. ഈ ഒരു ഖുനൂത്തിനാണ് ഖുനൂത്തു നാസില, നാസിലത്തിന്റെ ഖുനൂത്ത്. നാസിലത്ത് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും വിപത്ത് ഉണ്ടാകുമ്പോൾ അതിന് പറയുന്ന പേരാണ്. നസല എന്ന വാക്കിനർത്ഥം അവതരിക്കുക, ഇറങ്ങുക, വർഷിക്കുക എന്നൊക്കെയാണ്. അപ്പൊ നാസില എന്ന് പറഞ്ഞാൽ വന്നിറങ്ങുന്ന, വന്ന് സംഭവിക്കുന്ന വിപത്ത് എന്ന അർത്ഥത്തിലാണ്. അങ്ങനെ പ്രത്യേകമായ വല്ല വിപത്തും ഉണ്ടായാൽ അതിൽ അത്തരം പ്രശ്നങ്ങളിൽ അള്ളാഹുവിനോട് രക്ഷ ചോദിച്ചുകൊണ്ടും അത്തരം ആളുകൾക്കെതിരിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചിരുന്നു. അതുകൊണ്ടാണ് അതിന് ഖുനൂത്തു നാസില എന്ന് പറയുന്നത്. അത് ഏതെങ്കിലും ഒരു നമസ്കാരത്തിൽ മാത്രമല്ല, കാന യഖ്നുതു ഫി സ്വലവാത്തിൽ ഖംസി കുല്ലിഹ, 5 നമസ്കാരങ്ങളിലും, അതായത് 5 ഫർള് നമസ്കാരങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഒരു ഖുനൂത്ത് നിർവഹിച്ചിരുന്നു. കാന ലാ യഖ്നുതു ഫിഹാ ഇല്ലാ ഇദാ ദഅ ലി ഖൗമിൻ ഔ ദഅ അലാ ഖൗമിൻ. ഏതെങ്കിലും ജനതക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ശത്രുക്കളായ ആളുകൾക്ക് എതിരിലോ അല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഒരു പ്രാർത്ഥന നടത്തിയിരുന്നില്ല. ചരിത്രങ്ങളിൽ നമുക്ക് കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നുകൊണ്ട് പ്രബോധകരായ ആളുകളെ നിശ്ചയിച്ചു തരണം എന്ന് പറഞ്ഞുകൊണ്ട് നബിയോട് പ്രബോധകരെ ആവശ്യപ്പെടുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബികളിൽപ്പെട്ട ചില ആളുകളെ പറഞ്ഞയക്കുകയും അതുപോലെ ഞങ്ങൾക്ക് രോഗം ബാധിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നബിയെ സമീപിക്കുകയും ഒരു തരം വിളർച്ച ബാധിച്ച ക്ഷീണിച്ച ആളുകൾക്ക് ചികിത്സയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒട്ടകങ്ങളെ നൽകുകയും അതിന്റെ മൂത്രം കുടിക്കാൻ വേണ്ടി ചികിത്സയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിക്കുകയും ഒക്കെ ചെയ്ത് ഇങ്ങനെയുള്ള ചില ഗോത്രങ്ങൾ ലിഹിയാൻ, റിഹല്, ദക്വാൻ, ഉസയ്യ എന്നീ ഗോത്രങ്ങളിൽ നിന്നാണ് നബിക്കും സഹാബത്തിനും എതിരിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആവശ്യപ്പെട്ട് നബി പറഞ്ഞയച്ച പ്രബോധകരായ ഖുറാ എന്നാണ് ഹദീസിൽ അവരെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ഖുറാ എന്ന് പറഞ്ഞാൽ സാധാരണ ഓത്തുകാർ എന്നാണ്. എന്നാൽ ഓത്തുകാർ എന്നതുകൊണ്ട് ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെയുള്ള അർത്ഥമല്ല അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എന്ന് മറ്റു പല ഹദീസുകളുടെയും ഇത്തരം ഹദീസുകളുടെയും വിശദീകരണത്തിൽ പണ്ഡിതന്മാർ സൂചിപ്പിച്ചിട്ടുണ്ട്. വെറും ഖുർആൻ തോന്നുന്ന ആളുകളല്ല. നബിയുടെ കാലഘട്ടത്തിൽ അതുപോലെ തന്നെ സഹാബത്തിന്റെ കാലഘട്ടത്തിലുമൊക്കെ ഖാരി, ഓത്തുകാരൻ അല്ലെങ്കിൽ ഓത്തുകാർ എന്ന് പറഞ്ഞാൽ ഖുർആൻ ഓതാൻ അറിയുന്നവരും ഇഫ്ലാക്കിയവരും അതോടൊപ്പം അത് കൃത്യമായി പഠിച്ചു മനസ്സിലാക്കിയ പണ്ഡിതന്മാരുമായിരുന്നു എന്നതാണ്. ഇന്നിപ്പോ നമ്മള് ഹാഫിള് എന്ന് പറഞ്ഞാൽ ഖുർആൻ നിയമം അനുസരിച്ച് ഓതാൻ അറിയാം. ചിലപ്പോൾ ഒരായത്തിന്റെ പോലും അർത്ഥം അറിയുന്നവരുണ്ടാവുകയില്ല. അപ്പൊ ഈ വടക്കേ ഇന്ത്യയിൽ നിന്നൊക്കെ വരുന്ന ആളുകൾ വെറും ഹിഫ്ള് മാത്രം പഠിച്ചു വരുന്ന പള്ളികളിലൊക്കെ ഇമാമക്കുന്ന ആളുകൾ അധികവും അങ്ങനെയാണ്. എന്നാൽ നബിന്റെ കാലഘട്ടത്തിൽ ഓത്തുകാരൻ എന്ന് പറഞ്ഞാൽ ഓതാൻ മാത്രം പഠിച്ചവരല്ല, മറിച്ച് അതിന്റെ ആശയങ്ങളും അർത്ഥങ്ങളും വിശദീകരണങ്ങളും ഒക്കെ മനസ്സിലാക്കിയ വിവരമുള്ള പണ്ഡിതന്മാർക്കാണ് കാര്യങ്ങൾ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത്തരം ആളുകളെ പറഞ്ഞയച്ചത്. എന്തിനാണ്? ഓതാൻ മാത്രമല്ല,
ഓതിക്കൊടുക്കുകയും വേണം. അതോടൊപ്പം ഇസ്ലാമിന്റെ നിയമങ്ങളൊക്കെ ഈ ആയത്തുകളുടെയും ഹദീസുകളുടെയും അടിസ്ഥാനത്തിൽ അവർക്ക് ഇസ്ലാമിനെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കാനുമുള്ള പ്രബോധകന്മാരായിട്ടാണ് അയച്ചത്. ഒരു ഹിഫ്ള് മാത്രം അറിയുന്ന ഒരാളെ പറഞ്ഞയച്ചാൽ ഈ പഠിപ്പിക്കൽ നടക്കൂല. ഖുർആൻ പഠിപ്പിക്കാനേ പറ്റുള്ളൂ, ഓതാൻ പഠിപ്പിക്കാൻ. അപ്പൊ വെറും ഓത്തുകാരല്ല എന്നാണ് ഈ പ്രയോഗത്തിൽ നിന്നും അതിന്റെ വിശദീകരണങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷെ ഈ ആളുകളെ അവർ വഴിയിൽ വെച്ച് കൊന്നു, അവർക്കെതിരിൽ ചതിപ്രയോഗം നടത്തി. അതുപോലെ ആ ഒട്ടകങ്ങളെ കൊണ്ടുപോയ ആളുകളും അതേ നിലപാട് സ്വീകരിച്ചു. നബിയുടെ അടുക്കൽ വന്ന് ഇങ്ങനെ സഹായം ആവശ്യപ്പെട്ട് പ്രത്യക്ഷത്തിൽ നല്ല നിലപാട് സ്വീകരിച്ച് അവരുടെ നാട്ടിലേക്ക് എത്തിയപ്പോൾ ഇവർക്കെതിരെ തിരിയുകയും അവരെ ചതിയിൽ കൊല്ലുകയും ചെയ്തു എന്ന കൊടും വഞ്ചന കാണിച്ച ഈ ആളുകൾക്കെതിരിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ 5 വക്ത് നമസ്കാരങ്ങളിലും പ്രാർത്ഥിച്ചത്. ഈ പറഞ്ഞ 4 ഗോത്രങ്ങൾ അവരുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്കെതിരിൽ പ്രാർത്ഥിച്ചത് കാണാം. അല്ലാഹുമ്മ ശ്ദുദ് വത്അതക അലാ മുളർ വജ്അൽഹാ സിനീന കസിനി യൂസുഫ് അല്ലാഹുമ്മ അൽഅൻ ലിഹിയാന വരിഇലൻ വദക്വാന വഉസയ്യ അസത്തില്ലാഹ വറസൂല. അല്ലാഹുവേ, മുളർ ഗോത്രക്കാർക്കുമേൽ നിന്റെ വത്ത് എന്ന് പറഞ്ഞാൽ പല അർത്ഥങ്ങളുണ്ട്. വത്തിഅ എന്ന് പറഞ്ഞാൽ ചവിട്ടി എന്നാണ്, കാലുകൊണ്ട് ചവിട്ടുന്നതിന് വത്തിഅ എന്ന് പറയും. ഇവിടെ വത്ത് എന്ന് പറയുന്നത് അല്ലാഹുവേ, നിന്റെ ശിക്ഷ ഈ മുളർ ഗോത്രക്കാർക്കുമേൽ നീ ശക്തമാക്കണമേ. അവർക്ക് യൂസുഫ് നബിയുടെ കാലഘട്ടത്തിൽ ഉണ്ടായതുപോലുള്ള ക്ഷാമം നൽകണമേ. ഈ പറയുന്ന 4 ഗോത്രക്കാർ അവരെ നീ ശപിക്കണമേ. അള്ളാഹുവിന്റെ ശാപം എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന പോലെ ശപിക്കണമേ എന്ന് പറയലല്ല, അള്ളാഹ്ക്ക് പറയാനല്ലോ, അള്ളാഹ് നടപ്പിലാക്കേണ്ട ആളാണ്. അപ്പൊ അള്ളാഹുവിന്റെ ലയനത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് അകറ്റുക എന്നാണ് ലയനത്ത് എന്ന വാക്കിന്റെ സാങ്കേതികമായ അർത്ഥം. അതാണ് ഇവിടെ അവരെ നീ ശപിക്കണമേ, അതായത് നിന്റെ കാരുണ്യത്തിൽ നിന്ന് അവരെ നീ അകറ്റണമേ. ഉസയ്യ ഗോത്രത്തെയും, ഉസയ്യക്കാർ അസത്തില്ലാഹ വ റസൂലഹു, അവർ അള്ളാഹുവിനോടും റസൂലിനോടും ധിക്കാരം കാണിക്കുകയും ചെയ്തു. ഇങ്ങനെയുള്ള പ്രാർത്ഥന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നടത്തി. പിന്നെ ആ പ്രാർത്ഥന കഴിഞ്ഞാൽ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് സുജൂദിലേക്ക് പോകും. ഇതാണ് നാസിലത്തിന്റെ ഖുനൂത്ത്, വിപത്തുണ്ടാകുമ്പോൾ നടത്തുന്ന ഖുനൂത്ത് എന്ന് പറയുന്നത്. അപ്പൊ ഇതിലൂടെ പ്രത്യേകമായി മനസ്സിലാക്കാനുള്ളത്, ഇന്ന് നമ്മുടെ നാട്ടിൽ ചില പള്ളികളിൽ ആളുകൾ, നമ്മുടെ നാട്ടിലും അതേ നിലപാടുള്ള നമ്മുടെ നാടിന് പുറത്തുള്ള ആളുകളും സുബ്ഹിക്ക് മാത്രം ഖുനൂത്ത് ഓതും, സുബ്ഹിന്റെ 2 റക്അത്തിൽ, 2ാമത്തെ റക്അത്തിൽ. എന്നാൽ അങ്ങനെ സുബ്ഹിന് മാത്രം ഒരു ഖുനൂത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ചതായി ഒരു ഹദീസിലും കാണാൻ സാധിക്കുകയില്ല. മാത്രമല്ല സഹാബികളിൽ തന്നെയുള്ള വിശദീകരണങ്ങളിൽ അത് പുതുതായി ഉണ്ടായ ഒരു കാര്യമാണ് എന്ന് വിശദീകരിക്കുന്ന അല്ലെങ്കിൽ സൂചിപ്പിക്കുന്ന ഹദീസുകളുമുണ്ട്. ഈ പറഞ്ഞ സുബ്ഹിന് മാത്രമുള്ള ഖുനൂത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ ഖുനൂത്തും രണ്ടും രണ്ടാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പ്രാർത്ഥിക്കുകയും ഈ പ്രാർത്ഥന തന്നെ ലൈസ ലക മിനൽ അംരി ശൈഉൻ, നിനക്ക് കാര്യത്തിൽ നിന്ന് ഒന്നും തന്നെയില്ല എന്ന് പറഞ്ഞാൽ കാര്യം തീരുമാനിക്കാൻ ഉള്ള അധികാരം നിനക്കില്ല. ഏതൊരു വിഭാഗത്തെ ശിക്ഷിക്കണം, ആരെ ശപിക്കണം, ആർക്ക് കരുണ കൊടുക്കണം, ആരെ രക്ഷിക്കണം എന്ന് തീരുമാനിക്കേണ്ടത് അള്ളാഹുവിന്റെ അധികാരമാണ് എന്ന ആശയമുള്ള ആയത്തിറങ്ങിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഖുനൂത്ത് നിർത്തി എന്നും ഹദീസുകളിൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. ഇനി വിപത്തുണ്ടാകുമ്പോൾ എന്ന് പറഞ്ഞാൽ പ്രളയമുണ്ടായി അല്ലെങ്കിൽ ഈ കൊറോണ പോലുള്ള അസുഖങ്ങൾ ഉണ്ടായി, അത്തരം കാര്യങ്ങളെ കുറിച്ചല്ല ഇവിടെ വിപത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ഖുനൂത്ത് ഓതാറുമില്ല, അങ്ങനെ നമ്മുടെ സമ്പ്രദായമല്ല. മറിച്ച് ഇസ്ലാമിന്റെ ശത്രുക്കളിൽ നിന്ന് മുസ്ലിങ്ങൾക്കുണ്ടാകുന്ന ആപത്ത്, അതിനെതിരിൽ ആ സമൂഹത്തിനെതിരിലും അതിൽ നിന്ന് അള്ളാഹുവിന്റെ രക്ഷ കിട്ടാൻ വേണ്ടിയുമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചത്. അതാണ് നാസിലത്ത് എന്ന് പറയുന്നത്. അല്ലാതെ ഇപ്പോ കൊറോണ ഉണ്ടായി, അപ്പൊ കൊറോണ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നിസ്കാരത്തിൽ ഖുനൂത്ത് ഓതുക എന്ന ഒരു സമ്പ്രദായമില്ല. പിന്നെ രണ്ടാമതൊരു ഖുനൂത്ത് എന്ന് പറയുന്നത് അൽ ഖുനൂത്ത് ഫിൽ വിത്രി, വിത്റിലെ ഖുനൂത്താണ്. ഇവിടെ നമ്മൾ പറഞ്ഞു വന്നതൊക്കെ നിസ്കാരത്തെ കുറിച്ചാണ്. ഫർദ് നമസ്കാരം അതിന്റെ രൂപമാണ്. സുന്നത്ത് നിസ്കാരവുമായി ബന്ധപ്പെട്ടൊരു കാര്യങ്ങളോ വിശദീകരിച്ചിട്ടില്ല. സുന്നത്ത് നിസ്കാരാണെങ്കിലും ഫർദ് നിസ്കാരാണെങ്കിലും നമസ്കാരമൊക്കെ ഒരുപോലെയാണ് എന്നതുകൊണ്ടാകാം ഇവിടെ വിത്റിലെ ഖുനൂത്തിനെ സംബന്ധിച്ചും സൂചിപ്പിച്ചിട്ടുള്ളത്. ദീർഘമായ ചർച്ചകൾ ഇതിനെ സംബന്ധിച്ച് ഇവിടെ ഉള്ള കാര്യങ്ങൾ പറയാം. വകാന യഖ്നുതു ഫീ റക്അത്തിൽ വിത്രി, വിത്റിന്റെ റക്അത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുനൂത്ത് ഓതാറുണ്ടായിരുന്നു. വയജഅലുഹു ഖബ്ല റുക്ഊഇ, അതിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റുക്ഊഇന്റെ മുമ്പാണ് ഓതിയിരുന്നത് എന്ന് പറഞ്ഞാൽ വിത്റിലെ ഖുനൂത്ത് ഓതാറുണ്ടായിരുന്നു. എന്നിട്ട് ഇവിടെ തന്നെ ഷെയ്ഖ് അൽബാനി കൊടുക്കുന്നുണ്ട്, അത് ഹദീസിന്റെ വാചകമല്ല, അഹ്യാനൻ, ചിലപ്പോൾ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രാത്രി നമസ്കാരം എങ്ങനെയായിരുന്നു എന്ന് പ്രമുഖരായ സഹാബികളിൽ നിന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരിൽ നിന്നും ഒരുപാട് ഹദീസുകളിൽ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. എത്ര ഖുർആൻ ഓതി, ഇവിടെ നമ്മൾ നേരത്തെ നമസ്കാരത്തിലുള്ള ഖുർആൻ പാരായണം വിശദീകരിച്ചപ്പോ വിത്റിൽ ഓതിയ ആയത്തിന്റെ എണ്ണം, ഒരു രാത്രി മുഴുവൻ നമസ്കരിച്ചപ്പോ ഏതൊക്കെ സൂറത്തുകൾ ഓതി, ആദ്യത്തെ
തിവാൽ, ഏറ്റവും ദീർഘം കൂടിയ ഫാത്തിഹ കഴിഞ്ഞിട്ടുള്ള 7 സൂറത്തുകൾ ഊതി നമസ്കരിച്ചത്. ഇങ്ങനെ രാത്രിയിലുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഓത്തിന്റെ ദൈർഘ്യം ഒക്കെ നേരത്തെ വായിച്ചിട്ടുണ്ട്. അതേപോലെ റുക്കു എത്ര ഉണ്ടായിരുന്നു, സുജൂദ് എത്ര ഉണ്ടായിരുന്നു, എത്ര അത് ദീർഘിപ്പിച്ചു, അതിന്റെ ആനുപാതികത എന്തായിരുന്നു എന്നൊക്കെ നേരത്തെ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ഓരോന്നും കൃത്യമായി വിശദീകരിക്കപ്പെട്ട ഏറ്റവും പ്രബലമായ ഹദീസുകളിൽ ഒന്നും തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിത്റിൽ ഖുനൂത്ത് ഓതിയിരുന്നു എന്ന ഒരു പരാമർശം തന്നെ ഇല്ല. ചില റിപ്പോർട്ടുകൾ അങ്ങനെ വന്നിട്ടുണ്ട്, അത് സ്വഹീഹാണോ അല്ലേ എന്നതിൽ തർക്കവുമുണ്ട്. അതുകൊണ്ടാണ് ഷെയ്ഖ് അൽബാനി ഇവിടെ അഹ്യാനൻ, ചിലപ്പോൾ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ സ്ഥിരമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിത്റിൽ ഖുനൂത്ത് ഓതിയിട്ടില്ല. ഇനി ആ വിത്റിലെ ഖുനൂത്ത് എന്ന് പറയുന്നത് റമദാനിൽ മാത്രമാണോ, അതല്ല റമദാൻ അല്ലാത്തപ്പോൾ രാത്രി നിസ്കാരം എന്ന് പറഞ്ഞാൽ എന്നുണ്ടല്ലോ. ഇശാ കഴിഞ്ഞ് സുബഹിന്റെ ഇടയ്ക്ക് ഏത് ദിവസവും ചെയ്യേണ്ടുന്ന സുന്നത്തായ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് രാത്രി നമസ്കാരം എന്ന് പറയുന്നത്. അത് റമദാനാകുമ്പോ തറാവീഹ് എന്ന പേര് ഉപയോഗിക്കുന്ന അർത്ഥം. തറാവീഹ് എന്ന പേര് ഒരു ഹദീസ് നോക്കിയാലും കാണൂല. ഹദീസ് ഗ്രന്ഥങ്ങളിൽ തലക്കെട്ട് കൊടുത്തിട്ടുണ്ടാവും. ഹദീസിൽ എവിടെയും തറാവീഹ് നമസ്കാരം എന്നൊരു ഹദീസിലും വന്നിട്ടില്ല. അത് പിന്നീടുണ്ടായ പേരാണ്. ഖിയാമു റമദാൻ, റമദാനിൽ രാത്രി നിസ്കാരം എന്ന് പറയാം. അല്ലെങ്കിൽ ഖിയാം എന്ന് പറഞ്ഞാൽ നൃത്തം എന്ന് പറഞ്ഞാൽ ദീർഘമായി ഖുർആൻ പാരായണം ചെയ്ത് ഇന്ന് നമസ്കരിക്കുന്നു എന്നതുകൊണ്ട് ഖിയാമു റമദാൻ, അല്ലെങ്കിൽ ഖിയാമുൽ ലൈൽ, റമദാൻ അല്ലാത്ത കാലത്താണെങ്കിൽ ഖിയാമുൽ ലൈൽ, രാത്രിയിൽ നിന്നുകൊണ്ടുള്ള നമസ്കാരം എന്ന അർത്ഥത്തിലൊക്കെ ഉപയോഗിക്കുന്നു. അപ്പോ ഈ ഖുനൂത്ത് ഓതുക എന്നത് റമദാനിൽ മാത്രമാണോ, അതല്ല അല്ലാത്തപ്പോഴാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹസൻ റളിയല്ലാഹു അൻഹുവിനെ പഠിപ്പിച്ച പ്രാർത്ഥന കാണാം. അത് റമദാനിൽ മാത്രം ചെല്ലണം, അല്ലെങ്കിൽ റമദാനിന്റെ അവസാനത്തെ 10 മാത്രം ചെല്ലണം, അല്ലെങ്കിൽ റമദാനിന്റെ 15 ശേഷം ചെല്ലണം എന്നൊന്നും ആ ഹദീസിലില്ല. വഅല്ലമൽ ഹസൻ ബിൻ അലി റളിയല്ലാഹു അൻഹു അൻ യഖൂല ഇദാ ഫറഗ മിൻ ഖിറാഅതിഹി ഫിൽ വിത്രി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹസൻ റളിയല്ലാഹു അൻഹുവിന് പഠിപ്പിച്ചു കൊടുത്തു എന്ത്? അൻ യഖൂല, പറയുവാൻ. ഇദാ ഫറഗ മിൻ ഖിറാഅതിഹി, ഖുർആൻ ഓത്തിൽ നിന്ന് വിരമിച്ചാൽ ഇങ്ങനെ പറയണം. ഏത് നമസ്കാരത്തിൽ? ഫിൽ വിത്രി, വിത്ര നമസ്കാരത്തിൽ, രാത്രി നമസ്കാരത്തിന്റെ അവസാനത്തെ ഒറ്റയായി അവസാനിക്കുന്ന റക്അത്തിൽ ഖുർആൻ പാരായണം കഴിഞ്ഞാൽ ഇങ്ങനെ പറയാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് ഈ പ്രാർത്ഥന, സാധാരണ വിത്ര ചെല്ലുന്ന പ്രാർത്ഥന ഹദീസിൽ വന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെയും എന്തില്ല? ഹസൻ റളിയല്ലാഹു അൻഹുവിനോട് റമദാനിൽ മാത്രം ചെല്ലണമെന്നോ അല്ലെങ്കിൽ റമദാൻ അല്ലാത്തപ്പോഴാണ് ചെല്ലേണ്ടതെന്നോ എന്നില്ല. അതുകൊണ്ട് തന്നെ ഇതുണ്ട് എന്ന് പറയുന്ന പണ്ഡിതന്മാർ പറയുന്നത് എപ്പോഴും ചെല്ലാവുന്നതാണ്. എപ്പോഴും പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ സ്ഥിരമായിട്ടല്ല, രാത്രി നമസ്കാരത്തിൽ റമദാനിലാണെങ്കിലും അല്ലാത്തപ്പോഴാണെങ്കിലും ഖുനൂത്തുണ്ട്. പിന്നെ ചില ആളുകൾ ഈ ഹസൻ റളിയല്ലാഹുവിനെ പഠിപ്പിച്ചു എന്നാൽ ഹസൻ റളിയല്ലാഹുവിനെ പഠിപ്പിച്ചൊരു പ്രാർത്ഥനയാണ്, അതുകൊണ്ട് ഹസൻ റളിയല്ലാഹു അൻഹുവിന് മാത്രമേ അത് ബാധകമുള്ളൂ, വേറെ ആരും ചെല്ലേണ്ടതില്ല എന്ന് വാദിക്കുന്ന ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അത് ശരിയല്ല. അപ്പോ പല പ്രാർത്ഥനകളും നബി ചില ആളുകൾ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് അവർക്ക് മാത്രം ബാധകമാണെന്ന് പറയാൻ പറ്റും. അപ്പൊ ഉദാഹരണത്തിന് ഖബർ സന്ദർശിക്കുമ്പോൾ എന്ത് ചെല്ലണം എന്ന് ആയിഷ റളിയല്ലാഹു അൻഹയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നത്. അതും ഒരു രാത്രി നബിന്റെ അടുക്കൽ, ആയിഷ റളിയല്ലാഹുവിന്റെ അടുക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കിടന്നുറങ്ങി. ആയിഷ റളിയല്ലാഹു ഉറങ്ങി എന്ന് കണ്ടപ്പോ മെല്ലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് തന്റെ തട്ടവും ചെരുപ്പവും എടുത്തിട്ട് മെല്ലെ പുറത്തേക്ക് ഇറങ്ങി. പക്ഷെ ആയിഷ റളിയല്ലാഹു ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നബി ബക്കയിൽ, മദീനത്തെ പള്ളിക്കടുത്തുള്ള, പള്ളിന്റെ അപ്പുറത്തുള്ള ബക്കി എന്ന് പറയുന്ന ഖബർസ്ഥാനിൽ പോയി. ആയിഷ റളിയല്ലാഹു നബിന്റെ പിന്നാലെ പോയി. എങ്ങോട്ടാ പോണെന്ന് നോക്കും ഖബർസ്ഥാനിലേക്കാ പോണത്. നബി അവിടെ ചെന്ന് ദീർഘമായി പ്രാർത്ഥിച്ചു. പ്രാർത്ഥന കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ ആയിഷ റളിയല്ലാഹു മുന്നിൽ ഓടുന്നെന്താ ആയിഷ റളിയല്ലാഹു നബി കാണരുത്. അങ്ങനെ പറയുന്നത് നീണ്ട ഹദീസുണ്ട്, സ്വഹീഹ് ഹദീസാണ്. ആ ഹദീസിൽ പറയുന്ന ഒരു വിഷയമാണ് എന്താണ്. അപ്പൊ ഖബർസ്ഥാനിലേക്കാണ് പോയത്. എന്റെ അടുക്കൽ ജിബ്രീൽ വന്ന് ഖബർസ്ഥാനിൽ പോയി അവിടെ മരിച്ചു കിടക്കുന്ന വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് ജിബ്രീൽ ആവശ്യപ്പെട്ടു, അതുകൊണ്ടാണ് ഞാൻ പോയത് എന്നൊക്കെ പറയുമ്പോൾ ആയിഷ റളിയല്ലാഹു ചോദിക്കുന്നുണ്ട്, ഖബർ സന്ദർശിക്കുമ്പോൾ ഞാൻ എന്താ പ്രാർത്ഥിക്കാൻ? അപ്പോ എന്നിട്ട് നബി ഖബർ സന്ദർശിക്കുമ്പോഴുള്ള പ്രാർത്ഥന ആയിഷ ബീവിക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അപ്പൊ അത് ആയിഷ ബീവിക്ക് പഠിപ്പിച്ച പ്രാർത്ഥനയാണ്, നമ്മളത് ചെല്ലേണ്ടതില്ല എന്നാരെങ്കിലും പറയും? ഇല്ല. നമസ്കാരത്തിന്റെ അവസാനത്തിൽ ഇതിനുശേഷം പറയുന്നുണ്ട്, അവസാനത്തെ റക്അത്തിൽ തശഹുദിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചപ്പോൾ ഒരു പ്രാർത്ഥന പഠിപ്പിച്ചു. അപ്പൊ അത് അബൂ സിദ്ദീഖിന് മാത്രമുള്ള പ്രാർത്ഥന, നമുക്കൊന്നും ബാധകമല്ല എന്ന് പറയുന്ന അർത്ഥമല്ല. അതുപോലുള്ള ഒരു ദുർന്യായമാണ് ഹസൻ റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചു കൊടുത്തതാണ്. അല്ലാണ്ട് ഇസ്ലാമിൽ എല്ലാവർക്കും ചെല്ലാൻ ഒരു വിത്റിൽ ഖുനൂത്ത് എന്ന് പറഞ്ഞ സംഗതി ഇല്ല എന്നൊക്കെ ചില ആളുകൾ പറയും. അപ്പൊ അതിലും ഒരർത്ഥവുമില്ല. നേരത്തെ നാസിലത്തിന്റെ ഖുനൂത്തിനെ കുറിച്ച് പറഞ്ഞെടുത്ത് എന്താ പറഞ്ഞത്? റുക്കൂയിൽ നിന്ന് ഇഅ്തിദാലിലേക്ക് വന്ന് സമിഅല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞു, റബ്ബനാ വലക്കൽ ഹംദ് എന്ന് ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിരുന്നു. ഇവിടെ അത് നാസിലത്തിന്റെ ഖുനൂത്താണ്, ഇത് വിത്റിലെ ഖുനൂത്താണ്. ഈ വിത്റിലെ ഖുനൂത്തിനെ കുറിച്ച് പറഞ്ഞെടുത്ത് നേരത്തെ വായിച്ചു ഖബല റുക്കൂഇ, റുക്കൂഇന് മുമ്പ് ഹസൻ റളിയല്ലാഹുവിനെ പഠിപ്പിച്ചു എന്ന് പറയുന്ന ഇവിടെ കൊടുത്തുള്ള റിപ്പോർട്ടിൽ ഇദാ ഫറഗ മിൻ ഖിറാഅതിഹി, ഖുർആൻ പാരായണത്തിൽ നിന്ന് വിരമിച്ചാൽ എന്ന് പറഞ്ഞാൽ രണ്ടിലും എന്താ ഉള്ളത്? റുക്കൂഇലേക്ക് പോകുന്നതിന് മുമ്പാണ്, ഖുർആൻ സൂറത്ത് ഓതിക്കഴിഞ്ഞതിന് ശേഷമാണ് ഖുനൂത്ത് ഓതിയത് വിത്റിൽ. അപ്പോ
ഇനി ഇതല്ലാത്ത ഹദീസുകളുണ്ട്. റുക്കൂയിന് ശേഷം ഇഅ്തിദാലിൽ ഓതി എന്നുള്ളത്. പക്ഷെ ഷെയ്ഖ് അൽബാനി ഇതിനെ രണ്ടിനെയും വേർതിരിച്ച് പറഞ്ഞിട്ടുള്ളത് നാസിലത്തിന്റെ കുനൂത്ത് ഇഅ്തിദാലിലും വിത്റിലെ കുനൂത്ത് റുക്കൂവിന്റെ മുന്നേ ഖുർആൻ പാരായണത്തിന് ശേഷം ആണ് ഏറ്റവും നല്ലത്. കാരണം ഹദീസിൽ അങ്ങനെയാണ് വന്നിട്ടുള്ളത്. എന്നാൽ ഇത് രണ്ടും അങ്ങനെ പ്രത്യേകതയൊന്നുമില്ല. ഇനി മറ്റു ചില റിപ്പോർട്ടിന്റെ അഭിപ്രായത്തിൽ രണ്ടുമാകാം. ഇഅ്തിദാലിന്റെ മുമ്പ് റുക്കൂവിന്റെ മുമ്പ് ഖുർആൻ പാരായണം ചെയ്തതിന് ശേഷവും വിത്റിലെ കുനൂത്ത് ഓതാം. പിന്നെ നാസിലത്തിന്റെ കുനൂത്തിൽ ഓതിയതുപോലെ ഇഅ്തിദാലിലും ഓതാം. അപ്പൊ രണ്ട് അഭിപ്രായങ്ങളും പണ്ഡിതന്മാർക്കിടയിൽ ഉണ്ട് എന്നർത്ഥം. പക്ഷെ ഇന്നിപ്പോ ലോകത്ത് എവിടെ നോക്കിയാലും ഓതുന്ന സ്ഥലങ്ങളിലൊക്കെ ഇഅ്തിദാലിലാണ് കുനൂത്ത് ഓതാറുള്ളത്. അപ്പൊ രണ്ട് അഭിപ്രായമുണ്ട്, രണ്ടിനും തെളിവുണ്ട്, രണ്ടു വേണമെങ്കിൽ സ്വീകരിക്കാം. ഇനി ആ പ്രാർത്ഥന അല്ലാഹുമ്മ ഹ്ദിനി ഫീമൻ ഹദൈത വആഫിനി ഫീമൻ ആഫൈത വതവല്ലനി ഫീമൻ തവല്ലൈത വബാരിക് ലി ഫീമാ അഅതൈത വഖിനി ശർറ മാ ഖളൈത ഇന്നക തഖ്ലി വലാ യുഖ്ളാ അലൈക ഇന്നഹു ലാ യദില്ലു മൻ വലൈത വലാ യഇസ്സു മൻ ആദൈത. ഇതാണ് അതിന്റെ പ്രാർത്ഥന. അതിന്റെ അർത്ഥം ഒറ്റ വാക്കിൽ പറഞ്ഞു പോകാം. നമ്മൾ പഠിച്ചു നോക്കേണ്ട പ്രാർത്ഥനയാണ്. അല്ലാഹുവേ, നീ സന്മാർഗത്തിലേക്ക് വഴി കാണിച്ചവരുടെ കൂട്ടത്തിൽ എന്നെയും നീ ചേർക്കണമേ, സന്മാർഗത്തിൽ ചേർക്കണമേ. നീ ആഫിയത്ത് നൽകിയവരുടെ കൂട്ടത്തിൽ എനിക്കും നീ ആഫിയത്ത് നൽകണമേ. ആഫിയത്ത് പറഞ്ഞാല് ആരോഗ്യം ഉണ്ടാകുക എന്ന് മാത്രമല്ല, ദുനിയാവിലും ആഖിറത്തിലുമുള്ള ആഫിയത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചതും നബി പ്രാർത്ഥിച്ചതും അബ്ബാസ് റളിയല്ലാഹു അൻഹു നബിന്റെ മൂത്താപ്പ ചോദിച്ചപ്പോ അങ്ങനെയുള്ള പ്രാർത്ഥന പഠിപ്പിച്ചു കൊടുത്തതൊക്കെ ഒരുപാട് ഹദീസുകൾ കാണും. അപ്പൊ ആഫിയത്ത് എന്ന് പറഞ്ഞാൽ ദുനിയാവിൽ മുസ്ലിമായി ജീവിക്കാൻ സാധിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ആഫിയത്ത്. അള്ളാഹുവിനെ ഇബാദത്ത് എടുക്കാനുള്ള ആരോഗ്യം ഉണ്ടാവുക, രോഗത്തിൽ നിന്ന് മുക്തി ഉണ്ടാവുക, ഇതൊക്കെ ദുനിയാവിലെ ആഫിയത്താണ്. അപ്പൊ അതിൽ ശാരീരികമായ ആരോഗ്യം മാത്രമല്ല, മുസ്ലിമായി ജീവിക്കാൻ കഴിയുക എന്നത് ആഫിയത്താണ്. അതിന്റെ അടിസ്ഥാനത്തിൽ പരലോകത്ത് പ്രതിഫലം കിട്ടി നരകശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിൽ അതിന്റെ പ്രതിഫലങ്ങളൊക്കെ ആസ്വദിച്ചുകൊണ്ട് ജീവിക്കാൻ സാധിക്കുക, അതും ആഫിയത്താണ്. അപ്പൊ നമ്മൾ സാധാരണ ആരോഗ്യപരമായ സൗഖ്യം മാത്രമാണ് ആഫിയത്ത് എന്നുകൊണ്ട് മനസ്സിലാക്കിയത്, അതല്ല. അതുകൊണ്ടാണ് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ ആഫിയത്തിന് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. ദുനിയാവിലെയും അതുപോലെ തന്നെ ആഖിറത്തിലെയും ആഫിയത്തിന്. രാവിലെയും വൈകുന്നേരം ചെല്ലുന്ന ദിക്റിന്റെ കൂട്ടത്തിലും അത്തരം പ്രാർത്ഥനകൾ കാണാം. വതവല്ലനി ഫീമൻ തവല്ലൈത, നീ ഏറ്റെടുത്ത എന്നാൽ നീ രക്ഷ നൽകിയ, നീ ഏറ്റെടുത്ത ആളുകളുടെ കൂട്ടത്തിൽ എന്നെയും നീ ഏറ്റെടുക്കണമേ. എന്നാണ് എന്റെ സഹായം, രക്ഷ നൽകണമേ. നീ എനിക്ക് നൽകിയിട്ടുള്ളതിൽ അല്ലാഹുവേ നീ ബറക്കത്ത് ചെയ്യണമേ. നീ വിധിച്ചിട്ടുള്ള കാര്യങ്ങളിൽ ഉണ്ടാകാവുന്ന ഷർറിൽ നിന്ന് എന്നെ നീ രക്ഷിക്കണമേ. അല്ലാഹുവേ, തീർച്ചയായും നീയാണല്ലോ വിധിക്കുന്നവൻ, നിനക്കെതിരിൽ ഒരു വിധിയും നടത്തപ്പെടുന്നില്ല. അള്ളാന്റെ വിധിക്കെതിരിൽ വിധിക്കാൻ ഇവിടെ ആരുമില്ല. അള്ളാഹുവിന്റെ വിധിയേ ലോകത്ത് നടപ്പിലാവുകയുള്ളൂ. നീ സംരക്ഷണം നൽകിയ, വിലായത്ത് നൽകിയ ഒരാൾ ഒരിക്കലും നിന്ദ്യനാവുകയില്ല. നീ ഏതൊരുത്തനോട് ശത്രുത എന്ന് പറഞ്ഞാൽ ശിക്ഷാപരമായ കാര്യങ്ങൾ അല്ലെങ്കിൽ രക്ഷാമാർഗം നൽകുക എന്നതിനെതിരായ ഒരു നിലപാട് നീ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്ക് ഒരിക്കലും ഇസ്സത്ത് ഉണ്ടാവുകയുമില്ല. അത് ദുനിയാവിലും ഉണ്ടാവില്ല, ആഖിറത്തിലും ഉണ്ടാവില്ല. അള്ളാഹു വിലായത്ത് കൊടുത്ത ഒരാൾ ദുനിയാവിലും നിന്ദ്യനാവില്ല, പരലോകത്തും നിന്ദ്യനാവില്ല. അപ്പൊ അതൊരു അള്ളാഹിനെ കുറിച്ചുള്ള ഈ പറഞ്ഞ അവസാനത്തെ മൂന്നെണ്ണം അള്ളാഹുവിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ഒരു പ്രശംസാവാചകമാണ്. അപ്പൊ ആ കൂട്ടത്തിൽ എന്നെ ചേർക്കണം, അതിനെതിരായ ആളെ കൂട്ടത്തിൽ എന്നെ ചേർക്കരുത്, എനിക്ക് അനുകൂലമായ വിധി ഉണ്ടാകണം എന്നുള്ള ആശയമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ പ്രാർത്ഥന ഇതൊരുപാട് കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഇഹപര രക്ഷയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. ഇതാണ് ഹസൻ റളിയല്ലാഹു അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തത്. പിന്നെ ചില റിപ്പോർട്ടുകളിൽ തബാറക്ത റബ്ബനാ വ തആലൈ ലാ മൻജാ മിൻക ഇല്ലാ ഇലൈക്, ഞങ്ങളുടെ റബ്ബേ, നീ ധാരാളം ബറക്കത്തുള്ളവനും നീ ഉന്നതനായവനുമാകുന്നു, നിന്നിൽ നിന്ന് നിന്നിലേക്കല്ലാതെ രക്ഷപ്പെടാൻ വേറെ ഒരു വഴിയുമില്ല, വേറെ രക്ഷാമാർഗവുമില്ല എന്ന വാചകം കൂടി ചില ഹദീസുകളിൽ കാണാം. ഇത്രയുമാണ് ഇവിടെ ഖുനൂത്തുമായി ബന്ധപ്പെട്ട് സൂചിപ്പിച്ചിട്ടുള്ളത്. ഇതിന്റെ വേറെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. ഇതുമായി ബന്ധപ്പെട്ട ഒരു ക്ലാസ് വഴിവിളക്കിൽ സുവാൽ ജവാബിലാന്ന് തോന്നുന്നു. നേരത്തെ ഞാൻ കുറെ കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. ഇന്ന് പല പള്ളികളിലും കാണുന്ന കുനൂത്ത്, അങ്ങനെ ഒരു കുനൂത്ത് നബി ഓതിയിട്ടുണ്ടോ ഇല്ലേ എന്ന വിഷയങ്ങളൊക്കെ അതിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇന്നിപ്പോ കാണുന്നത് ഹറമുകളിലാണെങ്കിൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുനൂത്ത് എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ സഹാബത്ത് ചൊല്ലിയ കുനൂത്ത് എന്താണ്, അല്ലെങ്കിൽ ഹസൻ റളിയല്ലാഹു അൻഹുവിനെ പഠിപ്പിച്ചു കൊടുത്ത ഈ കുനൂത്താണ് അതിന്റെ ഏറ്റവും ആധികാരികമായ റിപ്പോർട്ട്. ഇതൊക്കെ നോക്കിയാൽ അതുപോലെ നേരത്തെ നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരത്തിന്റെ ക്രമം എങ്ങനെയായിരുന്നു, ഖിയാം എത്ര ഉണ്ടായിരുന്നു, റുക്കൂ എത്ര ഉണ്ടായിരുന്നു, ഇഅ്തിദാൽ എത്ര ഉണ്ടായിരുന്നു, അതിനനുസരിച്ച് നബി സുജൂദ് എത്രയാണ് നീട്ടിയത്, ഇതൊക്കെ അതിന്റെ ആ അളവും ആയത്തുകളുടെ എണ്ണവും ക്രമവും ഒക്കെ നേരത്തെ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ ആകത്തുക എന്താന്ന് വെച്ചാൽ ഖിയാമിനേക്കാൾ ദൈർഘ്യം കുറവാണ് റുക്കൂവിനും ഇഅ്തിദാലിനും, സുജൂദിന് അതിന്റെയും താഴെ. അപ്പൊ ഏറ്റവും കൂടുതൽ നബി നിന്നത്, സമയമെടുത്തത് ഫാത്തിഹയും സൂറത്തും ഓതാനാണ് ഏത് നിസ്കാരത്തിലും, രാത്രി നിസ്കാരത്തിൽ പ്രത്യേകിച്ച്. എന്നാൽ ഇന്ന് കാണുന്ന എന്താ, ഫാത്തിഹയും
പിന്നെ അവസാനത്തെ റക്അത്തിൽ സൂറത്തുൽ ഇഖ്ലാസ് ഖുൽ ഹുവല്ലാഹു അഹദ് ഓതുക. ഈ ഫാത്തിഹയും ഇഖ്ലാസും ഓതാൻ എത്ര സമയം വേണം? റുക്കൂന് എത്ര സമയം എടുക്കുന്നു? റുക്കൂന് അങ്ങോട്ട് പോകാൻ നേരം ഉണ്ടാവില്ല, ഇങ്ങോട്ട് പോരാൻ അത്ര റുക്കൂ സമയം ഉണ്ടാവുള്ളൂ, എടുക്കാറുള്ളൂ. അതേ സമയത്ത് വിത്റിൽ 15 മിനിറ്റ് 20 മിനിറ്റ് ഒക്കെ ഇഴ്തിദാലിൽ ഖുനൂത്തിന് സമയം എടുക്കുന്നു. അതിൽ നബി പഠിപ്പിച്ച പ്രാർത്ഥന ഉണ്ട്, പഠിപ്പിക്കാത്ത പ്രാർത്ഥന ഉണ്ട്, പലതും പ്രാർത്ഥിക്കുന്നു. അപ്പൊ ആ രീതി തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടപടിക്രമത്തിനെതിരാ. ഫാത്തിഹയും സൂറത്തും ഓതുന്നതിനേക്കാൾ സമയം ഇഴ്തിദാല് ദീർഘിപ്പിക്കുക എന്ന ഒരു രീതി നബി സ്വീകരിച്ചിട്ടേയില്ല. ഒരു മിനിറ്റ് 1.5 മിനിറ്റ് കൊണ്ട് ഫാത്തിഹയും ഇഖ്ലാസും ഓതുന്നു, 15 മിനിറ്റ് 20 മിനിറ്റ് ഖുനൂത്ത് ഓതുന്നു. അത് ഒരിക്കലും സുന്നത്താന്ന് പറയാൻ പറ്റില്ല. പിന്നെ നബി പഠിപ്പിച്ചുവല്ല, സഹാബത്ത് ചൊല്ലിയല്ല, എന്തൊക്കെയാണോ ഇമാമിങ്ങൾ ഖുർആൻ ഓതുന്നത് പോലെ കാണാ പഠിച്ചുണ്ടാക്കി അത് പ്രാർത്ഥിക്കുന്നു. പിന്നെ ഖുർആൻ പാരായണത്തിനൊരു നിയമമുണ്ട്. ആ ഖുർആനിന്റെ തർത്തീലായുള്ള നിയമപര എല്ലാ തജ്വീദ് നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ടുള്ള ഓത്ത്, ആ ഓത്ത് പോലെ അല്ല പ്രാർത്ഥിക്കേണ്ടത്. പക്ഷെ ഖുനൂത്ത് ഓതുമ്പോൾ എന്താ ചെയ്യുക? ഖുർആൻ ഓതുന്നത് പോലെ ഈണത്തിലും രാഗത്തിലും ഓതുന്നു. അതും പാടില്ലാത്ത സംഗതിയാണ്. അപ്പൊ അങ്ങനെ നോക്കിയാൽ ഒരുപാട് തെറ്റായ രീതികൾ ഇന്ന് ലോകത്ത് പല സ്ഥലത്തും നമുക്ക് കാണാൻ കഴിയും. അതൊന്നും പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ ശരിയാണ് എന്ന് പറയാൻ കഴിയില്ല. പിന്നെ ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഹ്യാനൻ എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടർ ഖുനൂത്തേ പാടില്ല, അതിന് യാതൊരു തെളിവില്ല എന്ന് പറയുന്ന ആളുകൾ, വേറെ കൂട്ടർ തെളിവുണ്ടായിട്ടും ഓതാത്തവർ, അതിപ്പോ നമ്മളെ നാട്ടിൽ വേണ്ട, നമ്മൾ പണ്ട് ചെയ്യാത്തത് കൊണ്ട് ഇപ്പൊ പുതിയ തുടങ്ങണ്ട എന്ന നിലപാട് സ്വീകരിച്ച ആളുകളെയും കേരളത്തിൽ കാണാം. വേറൊരു കൂട്ടര് നമ്മൾ ഗൾഫിലൊക്കെ കാണുന്നത് പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരിധിയും വിട്ടിട്ട് ഇതിനൊരു പ്രത്യേകമായ നബി കൊടുത്തതിനേക്കാൾ വലിയ പ്രാധാന്യം കൊടുത്ത് ഒരുപാട് സമയം 15-20 മിനിറ്റ് ഒക്കെ പിന്നെ ഖുനൂത്ത് ഓതുന്നു. ഹറമിലൊക്കെ പ്രത്യേകിച്ച് കാണാം, ചില ആളുകൾ പള്ളിയിൽ വരുന്നത് തന്നെ പ്രത്യേകിച്ച് അവസാനത്തെ 10 ആളുകൾ തടിച്ചുകൂടുന്നത് എന്തിനാണ്? നിസ്കരിക്കാനല്ല, നിസ്കാരത്തിന്റെ മഹത്വവും പ്രതിഫലവും ആഗ്രഹിച്ചുകൊണ്ടല്ല, ആ ഖുനൂത്തിലുണ്ടാകുന്ന ഈണത്തിലുള്ള പ്രാർത്ഥനയും ഒരുപാട് ആളുകൾ, ലക്ഷക്കണക്കിന് ആളുകൾ ചേർന്ന് ഈ ഖുനൂത്ത് ഊതുമ്പോൾ ഉണ്ടാകുന്ന അപ്പൊ ഒരു തലക്കുന്ന കുറെ ആൾക്കാർ കരയുന്നുണ്ടാവും. അത് ആത്മാർത്ഥമായി പിന്നെ ആ പ്രാർത്ഥനയുടെ അർത്ഥം മനസ്സിലായി കരയുന്നവരുണ്ടാവും. ഒരർത്ഥവും മനസ്സിലാത്തവൻ കരയുക. എന്താ? മറ്റോൻ കരുന്നേട്ട കരച്ചിൽ പകർച്ച ഉണ്ടാവും. അപ്പൊ മരിച്ചിടത്തൊക്കെ പോയാൽ 2 ആള് കരുന്നുണ്ടാൽ പുറത്തുക്കണവൻ കരച്ചിൽ വരും. അതെന്തുകൊണ്ട്? അപ്പന് സങ്കടം ഉണ്ടായിട്ടല്ല, മറ്റവന്റെ സങ്കടം കണ്ടിട്ട് പിന്നെ പകരുകയാണ്. അതുപോലെ കരയുക. അതുകൊണ്ട് തന്നെയാണ് ഒറ്റക്കിരുന്ന് അള്ളാഹുവിനെ ഓർത്ത് കരയുന്നവന് നരകത്തിൽ നിന്ന് രക്ഷയുണ്ട്, അള്ളാഹു സ്വർഗം നൽകും എന്ന് പറഞ്ഞത്. കൂട്ടത്ത് കരുണനല്ല, ഒറ്റക്കിരുന്ന് മൻ ദക്കറല്ലാഹ ഖാലിയൻ, ഒറ്റക്കിരുന്ന് അള്ളാഹുവിനെ ഓർക്കുകയും എന്നിട്ട് ഫാദത്ത് ഐനാഹു, അവൻ 2 കണ്ണുകൾ കവിഞ്ഞൊഴുകയും ഒരു തുള്ളി ഒലിച്ചാൽ മതി. അപ്പോ വേറൊരാളത് കണ്ടിട്ടല്ല, കാണാതെ ഒറ്റക്കിരുന്ന് ആരും കാണില്ല, വേറെ കരയുന്നത് കണ്ടിട്ട് കരയല്ല, വേറൊരാളെ കാണിക്കാൻ കരയല്ല, ഒറ്റക്കിങ്ങനെ ഇരുന്ന് അള്ളാഹുവിനെ കുറിച്ച് ഓർത്ത് പരലോകവും സ്വർഗമൊക്കെ മനസ്സിലാക്കിയിട്ട് ആ കളങ്കവുമില്ലാത്ത നിഷ്കളങ്കമായ ഒരു ഭക്തിയാണത്. അങ്ങനെ ഒരുത്തൻ കരഞ്ഞാൽ അതൊരു പ്രത്യേകതയാണ്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ എടുത്തു പറഞ്ഞത്. എന്നാൽ വേറെ തന്നെ കരച്ചിൽ അപ്പുറത്തൊരുത്തൻ കരയുണ്ട്, അപ്പൊ ഇങ്ങനെ ഭയങ്കര ഇങ്ങനെ വലിഞ്ഞു മുറുകിയൊക്കെ പിന്നെ കരയുന്ന പല ജാതി കരച്ചിലടക്കാണ്. അപ്പോ അങ്ങനെ അതിനു വേണ്ടി വരുന്ന ആൾക്കാരാണ്. അതിന്റെ മുമ്പുള്ള നിസ്കാരം തന്നെ അല്പം നിസ്കരിക്കൂല, ഈ വിത്തറിന് വേണ്ടി കാത്തിക്കുക, ഈ വിത്തറിന്റെ ഖുനൂത്തിൽ പങ്കെടുക്കുക, അതൊരു വലിയ കാര്യമായിട്ട് വന്നു പോകുന്ന ആളുകൾ. അപ്പൊ ഇതൊക്കെ പിൽക്കാലത്തുണ്ടായ ചില കാര്യങ്ങളാണ്. അപ്പൊ ഞാനത് കൂടുതൽ വിശദീകരിക്കുന്നില്ല. അപ്പൊ ഈ പറഞ്ഞതിനർത്ഥം ഇല്ല എന്ന് പറയുന്നത് ശരിയല്ല. പരിധി വിട്ട് ഓതുന്നതും അതിനോട് പ്രത്യേകമായ നബി കാണിക്കാത്ത സമയവും കാര്യങ്ങളൊക്കെ സ്വീകരിക്കുന്നതും ശരിയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ വല്ലപ്പോഴും ഖുനൂത്ത് ഓതാം, അത് നബിന്റെ സുന്നത്തിൽപ്പെട്ടതാണ്. അതിനെ എതിർക്കുക എന്നുള്ളതും ശരിയല്ല. അപ്പൊ 3 തരക്കാർ ഇവിടെ ഉണ്ട്. അതിൽ ഈ അവസാനം പറഞ്ഞതാണ് ശരിയായ രീതി. പിന്നെ ഇവിടെ അടിക്കുറിപ്പായി അദ്ദേഹം ഒരു കാര്യം കൊടുത്തുള്ളത് സാദൻ നസായി ഫി ആഖിരിൽ ഖുനൂത്തി വസല്ലല്ലാഹു അലൻ നബിയിൽ ഉമ്മി, നിരക്ഷരനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹുവേ നീ സ്വലാത്ത് ചെയ്യണമേ. അള്ളാന്റെ സ്വലാത്ത് എന്താന്നുള്ളത് നേരത്തെ പറഞ്ഞിട്ടുണ്ട് എന്നൊരു റിവായത്തുണ്ട്. എന്നാൽ ഇസ്നാദുഹാ ദഈഫുൻ വഖദ് ളഅഫഹ അൽ ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി വസ്സർഖാനി വഗൈറുഹും. ഇബ്നു ഹജർ അസ്ഖലാനി അതുപോലെ തന്നെ സർഖാനി വേറെ പല പണ്ഡിതന്മാരും ഈ റിവായത്ത് ദുർബലമാണ് എന്ന് വിശദീകരിച്ചിട്ടുണ്ട്. ഇത് നബിന്റെ പേരിൽ സലാത്ത് ഓതി എന്ന് പറയുന്നത്. പിന്നെ താഴെ കൊടുത്ത് കാണാം ഹിസ്ബ് ഇബ്നു അബ്ദുസ്സലാമിന്റെ വാചകം, വലം തസിഹ അസ്സലാത്തു അലാ റസൂലില്ലാഹി ഫിൽ ഖുനൂത്ത് വലാ യംബഗി അൻ യുസാദ അലാ സ്വലാത്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഷൈഉൻ. ഖുനൂത്തിൽ നബിയുടെ പേര് സലാത്ത് ഓതുക എന്നത് സ്ഥിരപ്പെട്ടിട്ടില്ല. പിന്നെ അതിന്റെ താഴെ വീണ്ടും പറയണം അൽബാനി, വഫീ ഹാദൽ ഖൗലി മിൻഹു ഇശാറ ഇലാ അന്നഹു ലാ യതവസ്സഉ ഫിൽ ഖൗലി ബിൽ ബിദ്അത്തിൽ ഹസന കമാ യഫഅലു ബഅദുൽ മുതഅഖിരീന വൽ ഖായിലീൻ.
അപ്പൊ നബി ചെയ്തതുപോലെ ചെയ്യുക, അതിലപ്പുറം ചെയ്യാതിരിക്കുക. ഇത് പറഞ്ഞിട്ട് പിന്നെ അദ്ദേഹം വീണ്ടും വിശദീകരിക്കുകയാണ്. പിന്നെ ഇത് ഞാൻ പറഞ്ഞതിന് അല്ലെങ്കിൽ എഴുതിയതിന് ശേഷം ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു ജനങ്ങൾക്ക് ഇമാമായി നമസ്കരിച്ച കാലഘട്ടത്തിൽ അതുമായി ബന്ധപ്പെട്ട ഹദീസിൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു, യുസല്ലി അലൻ നബിയ്യി ഫി ആഖിരിൽ ഖുനൂതി വദാലിക ഫി അഹദി ഉമറ. ഉബയ്യ് ഇബ്നു കഅബ് ആണല്ലോ ഉമർ ഖത്താബിന്റെ കാലത്ത് ഇമാമായി ആ ഏകീകരിച്ച ജമാഅത്തുണ്ടാക്കിയപ്പോ ഇമാമായി നിസ്കരിക്കുന്നത് ഖുനൂത്തിന് വിത്റിൽ. അപ്പൊ അദ്ദേഹം ഓതാറുണ്ടായിരുന്നു, അത് ഉമർ ഖത്താബിന്റെ കാലഘട്ടത്തിലാണ് എന്ന് ഇബ്നു ഖുസൈമയുടെ റിപ്പോർട്ടിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പൊ എന്താണ്, ആദ്യം അദ്ദേഹം അങ്ങനെ പറഞ്ഞിരുന്നുവെന്നും പിന്നെ അത് ചെല്ലാവുന്നതാണ് എന്ന റിപ്പോർട്ട് ഞാൻ മനസ്സിലാക്കി തിരുത്താൻ. ഈ ഇങ്ങനത്തെ തിരുത്ത് കുറെ ഷെയ്ഖ് അൽബാനിയുടെ മാത്രമല്ല പല പണ്ഡിതന്മാരുണ്ട്. ഇമാം ഷാഫി തന്നെ പഴയ കൗല് പുതിയ കൗല് എന്നുണ്ടല്ലോ. പണ്ട് പറഞ്ഞ അഭിപ്രായം പിന്നെ അതിനേക്കാൾ കൂടുതൽ തെളിവ് കിട്ടിയോ പണ്ട് പറഞ്ഞതിനെ മാറ്റി പുതിയത് പറഞ്ഞു. അപ്പൊ അത് മാറ്റിയതല്ല, കിട്ടിയ പ്രമാണത്തിനനുസരിച്ച് തിരുത്തി പറഞ്ഞു. അങ്ങനെ തിരുത്തുക എന്നുള്ളത് ശരിയാണ്. അപ്പൊ അതൊരു കാര്യം ഇവിടെ സൂചിപ്പിച്ചു എന്നല്ലോ. ഇവിടെയും മനസ്സിലാക്കേണ്ടി എന്താ, നബിന്റെ പേരിൽ സലാത്ത് ഓതുക എന്ന് പറഞ്ഞത് സലാത്തുണ്ട്, പക്ഷേ ഹസൻ റളിയല്ലാഹു പഠിപ്പിച്ച കൂട്ടത്തിൽ സലാത്തുണ്ടോ? ഇല്ല. എന്നാൽ ഉമർ ഖത്താബിന്റെ കാലത്ത് ഉബയ്യ് ഇബ്നു കഅബ് ഖുനൂത്ത് ഓതിയപ്പോ എന്ത് ചെയ്തു? നബിന്റെ പേരിൽ സലാത്ത് ഓതി. അപ്പൊ സഹാബികൾ ചെയ്തു എന്നുള്ള നിലക്ക് നബിന്റെ പേരിൽ ഖുനൂത്തിന്റെ അവസാനത്തിൽ സലാത്ത് ഓതാം, സലാത്ത് ചെല്ലാം. പക്ഷേ പല സ്ഥലങ്ങളിലും ഷെയ്ഖ് അൽബാനി സൂചിപ്പിച്ചതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തതിനോട് കൂട്ടിച്ചേർക്കാൻ പറ്റൂല. നബി ചെയ്തത് അത് നബി ചെയ്തത് തന്നെ മനസ്സിലാക്കുകയും സുന്നത്തായി മനസ്സിലാക്കുകയും ചെയ്യണം. സഹാബികളിൽപ്പെട്ട ആരെങ്കിലും ചെയ്തു അല്ലെങ്കിൽ സഹാബികൾ ചെയ്തു എന്നത് അത് നബിയുടെ സുന്നത്താണ് എന്ന് പറയാൻ കഴിയില്ല. കാരണം അവിടെ നബി പഠിപ്പിച്ചാൽ അതില്ല. എന്നാൽ സഹാബത്ത് ചൊല്ലിയിട്ടുണ്ട്. അപ്പൊ സഹാബത്ത് പുതിയ ഉണ്ടാക്കിയോ? അതും പറയാൻ പറ്റില്ല. അപ്പൊ സഹാബികൾക്ക് നബിയിൽ നിന്ന് അങ്ങനെ വല്ല വിവരവും കിട്ടിയിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ചൊല്ലിയതായി അറിഞ്ഞിട്ടുണ്ടാകാം. അല്ലാതെ പോലെ വിദേഹത്ത് ഉണ്ടാക്കി എന്ന് പറയാൻ പറ്റില്ല. സഹാബത്ത് വിദേഹത്ത് ഉണ്ടാക്കൂല. ആ നിലക്ക് സഹാബികൾ ചെയ്ത